ഞാൻ നാളെ വൈകുന്നേരം എൻ്റെ വീട്ടിലുണ്ടാവും. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നെ വന്നാൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്നെ കാണേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ആവശ്യം ഇംഗ്ലീഷ് പഠിക്കലാണ്. അപ്പോൾ ഞാൻ നാളെ വീട്ടിലുണ്ടാകും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. How easy are English Guru's videos? I learned English. And you? കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യും, പറയും, ഓടും, ചാടും, ഞാൻ പോകും എന്നൊക്കെ പറയാൻ വില്ലാണ് ചേർക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഞാൻ ചെയ്യില്ല, പറയില്ല, ഞാൻ പോവില്ല എന്നൊക്കെ പറയാൻ വിൽ നോട്ട് എന്നാണ് പറയേണ്ടത് എന്നും നമ്മൾ പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ ആകും അല്ലെങ്കിൽ ഉണ്ടാകും എന്നൊക്കെ പറയാൻ നമ്മൾ ചേർക്കേണ്ടത് വിൽ ബി ആണ്. ഈ ബി എന്ന് പറഞ്ഞാൽ ഈ ബിയുടെ മാത്രം അർത്ഥം ആവുക എന്നാണ്. ആവുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നൊക്കെയാണ് ഈ ബിയുടെ മാത്രം അർത്ഥം. അപ്പോൾ വിൽ ബി എന്ന് ചേർക്കുമ്പോൾ ആകും, ഉണ്ടാകും എന്നാവും. ബിയുടെ മാത്രം അർത്ഥം ആകുക, ഉണ്ടാവുക എന്നൊക്കെയാണ്. വിൽ ബി വരുമ്പോൾ ആകും, ഉണ്ടാകും എന്നൊക്കെ വരും. ഇവിടെ നമ്മൾ ആകും എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഏതെങ്കിലും നൗൺ ആയിരിക്കും വരിക. ഇപ്പോൾ ഐ വിൽ ബി എ ഡോക്ടർ, ഞാൻ ഡോക്ടർ ആകും. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാകും എന്ന് പറയുന്നതിനെ ഉണ്ടാകും എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ പ്രിപ്പോസിഷൻസ് ആണ് വരുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒരുപാട് വായിക്കുന്ന സമയത്ത് അച്ഛൻ നമ്മൾ നോക്കിയിട്ട് മറ്റുള്ളവരോട് പറയും ഹി വിൽ ബി എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആകും. ഇവിടെ ഞാൻ ചേർത്തത് നൗൺ ആണ്. ഹി വിൽ ബി, ഹി അവൻ, വിൽ ബി ആകും എ ഡോക്ടർ, അവൻ ഡോക്ടർ ആകും. ഇനി ഷീ വിൽ ബി ലേറ്റ്, ഇത് നൗൺ അല്ല, ഇത് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നത്, നൗണിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നൽകുന്നതാണ് അഡ്ജക്റ്റീവ്. അതിനെക്കുറിച്ചൊക്കെ അറിയാത്തവർ എൻ്റെ ഫസ്റ്റത്തെ ഡേ 1 വീഡിയോ കണ്ടാൽ മതി. അത് കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് വരിക. അത് കണ്ട നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഷീ വിൽ ബി, ഷീ അവൾ, വിൽ ബി അവൾ ആകും. ബി എന്ന് പറഞ്ഞാൽ ആകുക. ഷീ വിൽ ബി അവൾ ആകും. എന്താകും? ലേറ്റ്, അവൾ ലേറ്റ് ആകും. ഇനി ഐ വിൽ ബി, ഞാനാകും ഹാപ്പി, ഞാൻ സന്തോഷവാനാകും. ടു സീ യു, ഞാൻ നിന്നെ കാണുമ്പോൾ സന്തോഷവാനാകും. അവിടെ ഇപ്പം നീ നാളെ വരുമോ, കല്യാണത്തിനേറ്റം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വരും, നീ വന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി, ഞാൻ ഹാപ്പി ആകും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇവിടെ അഡ്ജക്റ്റീവ് ആണ് ചേർത്തത്, പിന്നെ ഇവിടെ നൗൺ ആണ് ചേർത്തത്. അപ്പോൾ നമ്മുടെ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഇനി ഉണ്ടാകും എന്നെങ്ങനെ പറയാം? ഇനി നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം നീ നാളെ വീട്ടിലുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത്? ഐ വിൽ ബി അറ്റ് ഹോം ടുമോറോ ഈവനിങ്. ഐ വിൽ ബി, ഇവിടെ ആകും എന്ന് തന്നെയാണ് അർത്ഥം. ഇവിടെ നിങ്ങൾ ശരിക്കും നോക്കിയാൽ മതി. ഐ വിൽ ബി, ഞാൻ ആകും അറ്റ് ഹോം. പക്ഷേ നമ്മൾ സാധാരണ മലയാളത്തിൽ അങ്ങനെ പറയാറില്ല. അതുകൊണ്ടാണ് ആകും ഇവിടെ ഉണ്ടാകും എന്നുള്ള അർത്ഥം ഞാൻ കൊടുത്തത്. ഐ വിൽ ബി, ഞാൻ ഉണ്ടാകും. അറ്റ് ഹോം, ഇവിടെ അറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് പ്രിപ്പോസിഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാവുക അറ്റ് എന്ന എ സ്പെസിഫിക് സ്പേസ്, എ സ്പെസിഫിക് സ്ഥലത്തിനാണ് അറ്റ് ഉപയോഗിക്കുക. വീട്ടിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അകത്തല്ല വീട്ടിൽ, അല്ലെങ്കിൽ സ്കൂളിൽ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ എന്നൊക്കെ പറയാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ട് കറക്റ്റ് എക്സാക്ട് സ്ഥലം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ബി, ഞാൻ ഉണ്ടാകും അല്ലെങ്കിൽ ഞാൻ ആകും. അറ്റ് ഹോം, ഞാൻ വീട്ടിലുണ്ടാകും. ടുമോറോ ഈവനിങ്, നാളെ ഈവനിങ്, വൈകുന്നേരം ഞാൻ വീട്ടിലുണ്ടാകും. നമ്മൾ നാട്ടിലൂടെ വെറുതെ നടക്കുന്ന സമയത്ത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പലരും ചോദിക്കും, എടാ ഇവനെ എവിടെ ഉണ്ടാകുക, നീ കണ്ടിനാ, ഓനെ കണ്ടിനാ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രമേശ് ചേട്ടൻ ഇപ്പോൾ എവിടെയില്ലേ, രമേശ് ചേട്ടനെ കണ്ടിനാ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം അയാൾ അവിടെ ബസ് സ്റ്റോപ്പിലുണ്ടാവും, അല്ലെങ്കിൽ അവിടെ പള്ളിയിലുണ്ടാവും, അല്ലെങ്കിൽ അമ്പലത്തിലുണ്ടാവും ഈ ടൈം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയാം എന്ത്? രമേശ് ചേട്ടൻ വിൽ ബി ഉണ്ടാകും അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അവർ പണിയൊക്കെ ഇല്ലാത്ത സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ചങ്ങാതിമാരുടെ കൂടെ എന്തെങ്കിലും സൊറ പറഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കും രമേശ് ചേട്ടൻ. രമേശ് ചേട്ടൻ വിൽ ബി, രമേശ് ചേട്ടൻ ഉണ്ടാകും അല്ലെങ്കിൽ രമേശ് ചേട്ടൻ ആകും അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അറ്റ് ദ ബസ് സ്റ്റോപ്പിലായിരിക്കും നൗ, ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ആകും, ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ആദ്യം നൗൺ വരുന്നത് നമ്മൾ പഠിച്ചു. നൗൺ വരുന്ന ഈ ആകും അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് വരുമ്പോൾ
നൗൺ വരുന്നത് നമ്മൾ പഠിച്ചു, പിന്നെ അഡ്ജക്റ്റീവ് വരുന്നത് പഠിച്ചു. ഇനിയിപ്പോൾ വന്നത് പ്രിപ്പോസിഷൻ ആണ്. അറ്റ് എന്നത് പ്രിപ്പോസിഷൻ ആണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഭാര്യ ആദ്യം പറയുന്ന ഡയലോഗാണ് ഞാൻ മരിച്ചിട്ടുണ്ടാവും. ഫോണിലൂടെയാണ് സംസാരിക്കുന്നതെങ്കിൽ, വഴക്ക് കൂടുന്നതെങ്കിൽ ഭാര്യമാർ പറയുന്ന സ്ഥിരം ഡയലോഗാണ് ഐ വിൽ ബി ഡെഡ് വെൻ യു കം. ഐ വിൽ ബി ഞാൻ ആകും, അല്ലെ ഞാൻ ഉണ്ടാകും. ഡെഡ് ഞാൻ മരിച്ചിട്ടുണ്ടാകും. വെൻ യു കം നീ വരുന്ന സമയത്ത് ഞാൻ മരിച്ചിട്ടുണ്ട്, വരുമ്പോഴത്തേക്ക് ഞാൻ മരിച്ചിട്ടുണ്ടാകും എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയൊന്നും തമാശക്ക് പോലും പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അവരെ കൂളാക്കി നിർത്തുകയും വേണം. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും പെരുമാറരുത്. കാരണം ഏത് നിമിഷമാണ് മനുഷ്യന്റെ സമനില തെറ്റുക എന്നുള്ളത് നമുക്ക് പോലും പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ ഐ വിൽ ബി ഡെഡ് ഞാൻ മരിച്ചിട്ടുണ്ടാകും വെൻ യു കം. അപ്പോൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള ഫോമാണ് വന്നത്. ഇനി മറ്റൊരു ഫോം, സ്കൂളിൽ PT പീരീഡ് കുട്ടികളെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. കുറച്ച് കുട്ടികളെ കാണില്ല. അപ്പോൾ അവരെവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ പറയും ദേ വിൽ ബി ഇൻ ദ ക്ലാസ് റൂം. അവർ ക്ലാസ് റൂമിൽ ഉണ്ടാകും. ചിലർ എങ്ങനെയാണ് PT വിട്ടാലും കളിക്കാതെ പഠിക്കാനിരിക്കും. അതിനോട് ഞാൻ യോജിപ്പില്ല. ഞാൻ എൻ്റെ കുട്ടികളോടും പറയാറ് പഠിക്കുന്ന സമയം പഠിക്കുക, കളിക്കേണ്ട സമയം കളിക്കുക. ജീവിതം പഠിക്കാൻ മാത്രമല്ല കളിക്കലും കൂടിയാണ്. കാരണം മാനസികവും ശാരീരികവുമായ ആരോഗ്യം കൂടി നിലനിർത്തേണ്ടതുണ്ട്. അതിന് കളി അത്യാവശ്യമാണ്. അപ്പോൾ ദേ വിൽ ബി ഇൻ ദ ക്ലാസ് റൂം. അവർ ക്ലാസ് റൂമിൽ ഉണ്ടാകും. ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, ചിലപ്പോൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് വരും ദ മീറ്റിംഗ് വിൽ ബി ഓൺ മൺഡേ. ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് വിൽ ബി, മീറ്റിംഗ് ഉണ്ടാകും ഓൺ മൺഡേ. ഇവിടെ ഓൺ ഉപയോഗിക്കാൻ കാരണം ഏതൊരു ദിവസമായാലും മൺഡേ ട്യൂസ്ഡേ ഏതൊരു ദിവസമായാലും അതിനു മുമ്പ് പ്രിപ്പോസിഷൻ വരുന്ന പ്രിപ്പോസിഷൻ ഓൺ ആയിരിക്കും. അപ്പോൾ ദ മീറ്റിംഗ് വിൽ ബി ഓൺ മൺഡേ. നേരത്തെ ഇൻ ദ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അവിടെ ഇൻ വരാൻ കാരണം ഇൻസൈഡ്, അതിനകത്താണ്, ക്ലാസ് റൂമിനകത്താണ് കുട്ടികൾ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നു. നേരത്തെ അറ്റ് വരാൻ കാരണം എക്സാക്ട് പ്ലേസ് ആയതുകൊണ്ടാണ്. അറ്റ് ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് എക്സാക്ട് പ്ലേസ് ആണ്. അറ്റ് സ്കൂൾ, സ്കൂളിനകത്ത് എന്നുള്ള അർത്ഥമല്ല, സ്കൂളിലാണുള്ളത് എന്ന് പറയും. സ്കൂളിനകത്താണുള്ളത് എന്ന് നമ്മൾ പറയാറുണ്ട്, സ്കൂളിലാണുള്ളത് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലാണുള്ളത് എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഒരു പ്ലേസ് പറയുകയാണെങ്കിൽ, പ്രത്യേക തരത്തിലുള്ള ഒരു എക്സാക്ട് കറക്റ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിനകത്ത്, വീട്ടിലാണ്, വീട്ടിനകത്ത് എന്നല്ല വീട്ടിലാണ് എന്ന് പറയുമ്പോഴും അറ്റ് ചേർക്കും. അറ്റ് ഹോം എന്ന് ചേർക്കും. അപ്പോൾ അറ്റ്, ഓണ്, ഇന്ന് ഒക്കെ ചേർക്കാൻ നമ്മൾ പഠിച്ചു. പ്രിപ്പോസിഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇത് മനസ്സിലാക്കി വെക്കുക. ദ മീറ്റിംഗ് വിൽ ബി ഓൺ മൺഡേ. ഇനി മറ്റൊരു ഫോം, ആകും എന്ന് പറയാൻ വേണ്ടി പഠിച്ചു, ഉണ്ടാകും എന്ന് നമ്മൾ പറയാൻ വേണ്ടി പഠിച്ചു. ഇനി ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടാകും എന്നെങ്ങനെ പറയാം? ഷീ വിൽ ബി സ്റ്റഡിയിങ് ടുമാറോ. അവൾ പഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും, നാളെ പഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇവള് വരെയും ചെയ്യില്ല, ഇവള് നാളെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ദേ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ്. അവർ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. ഐ വിൽ ബി ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ കൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഐ വിൽ ബി എന്ന് ചേർത്തതിന് ശേഷം പ്ലസ് ING ഫോം വേർബാണ് വരുന്നത്. വേർബ് പ്ലസ് ING. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ വിൽ ബി വരുന്നതിന് ശേഷം ഇവിടെ സ്റ്റഡി എന്നാണ് വേർബ് പ്ലസ് ING. അപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് പറയാനും നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഫോം മനസ്സിലാക്കി വെക്കുക. ഐ വിൽ ബി വന്നതിന് ശേഷം ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് പറയാൻ സ്റ്റഡി അല്ലെങ്കിൽ വേർബ് വന്നു കഴിഞ്ഞതിന് ശേഷം പ്ലസ് ING ചേർക്കുക. ഏത് വേർബാണ് നമുക്ക് വേണ്ടത് എന്ന് ആ വേർബ് ഉപയോഗിച്ചതിന് ശേഷം പ്ലസ് ING. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ തികയില്ല. അപ്പോൾ ഞാനൊരു ഹിന്റ് തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇംഗ്ലീഷുമായിട്ട് ഇനി വർക്ക് ചെയ്യുമ്പോൾ, ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു തീപ്പൊരി ആയിട്ട് ഞാൻ തന്നതാണ്. കാരണം നിങ്ങൾക്ക് ഇനി കാണുമ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോഴോ വി വിൽ ബി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിലൂടെ ഇനി അത് കത്താൻ തുടങ്ങും. ഞാനൊരു തീപ്പൊരിയാണ് നിങ്ങൾക്ക് തന്നത്. ഇനി അത് കത്തി ഒരു വലിയൊരു ആളിക്കത്തലായി മാറും, അത് ഉറപ്പാണ്. കാരണം ഇംഗ്ലീഷുമായി നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏതൊരു സെൻറ്റൻസ് കാണുമ്പോഴും അത് മനസ്സിലാക്കി പുതിയൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ കൊണ്ട് കഴിയും. അപ്പോൾ ദയവായി നിർബന്ധമായും നിങ്ങൾ
ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് വിൽ ബി ഉപയോഗിച്ചിട്ടുള്ള ഏത് സെൻറ്റൻസ് ആയാലും ക്രിയേറ്റ് ചെയ്തിട്ട് തെറ്റാണെന്ന് വിചാരിച്ചിട്ട് തെറ്റുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ഏതൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് വിൽ ബി ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു സെൻറ്റൻസും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഞാനത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചയക്കുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് എനിക്ക് അതൊരു സപ്പോർട്ടാണ്. മാത്രമല്ല അതിലൂടെ ഒരുപാട് പേർക്ക് പുതിയ പുതിയ സെൻറ്റൻസ് എക്സാമ്പിൾസ് കാണാനും അത് ബൈഹാർട്ട് ചെയ്ത് അത് പഠിക്കാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.